പല സെന്നിനും ഇല്ലാത്തൊരു പ്രത്യേകത ഈ സെന്നിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിലൊരു ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് വന്നു വണ്ടിക്ക്. അപ്പൊ ആ കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്യാൻ ചെന്നപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, സെന്ന് യൂസ് ചെയ്തിട്ട് മറ്റൊരു വണ്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. വൺ ടച്ച് ആണ്. നമ്മൾ എത്രമാത്രം ഇതിനെ സ്നേഹിക്കുന്നോ അത്രയും റെസ്പോൺസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ പലരുടെയും ആവശ്യപ്രകാരം കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കി സെൻ ആണ്. സെൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വികാരമുള്ളൊരു വണ്ടിയാണ്. കാരണം നമ്മുടെ മാരുതി 800, നമ്മുടെ SS80 ഒക്കെ വന്നതിന് ശേഷം മാരുതി 800ൻ്റെ ആ ഒരു സമയത്ത് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഒരു വണ്ടിയായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷനായിരുന്നു മാരുതി സെൻ എന്ന് പറയുന്നത്. ആ ഒരു സെന്നിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ടും വണ്ടിയുടെ കുറച്ച് രസകരമായ കഥകളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരു 2006 വരെയൊക്കെയാണ് സെന്നിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സെന്നിൻ്റെ എസ്റ്റീലോ ഒക്കെ വന്നു. എസ്റ്റീലോ എന്തുമാത്രം സക്സസ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല, എങ്കിലും ഇതൊരു സക്സസ്ഫുൾ വെഹിക്കിൾ തന്നെയായിരുന്നു. ഇതിൻ്റെ പല വേരിയൻസ്, പല എൻജിൻ ഓപ്ഷൻസ്, പിന്നെ കാർബൺ, അങ്ങനെ പല പല വെറൈറ്റീസ്, 3 ഡോർ സെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറേ ടൈപ്പ് സെന്നും കുറേ പേര് മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി കൂടാണ് നമ്മുടെ സെൻ എന്ന് പറയുന്നത്. കുറേ രീതിയിലുള്ള മോഡിഫിക്കേഷൻസും പെർഫോമൻസ് മോഡ്സും ഒക്കെ ആയിട്ട് നമുക്ക് സെന്നിനെ നമ്മുടെ റോഡുകളിൽ കാണാനായിട്ട് പറ്റും. അത്തരത്തിൽ കീപ്പ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളതും. ഏതായാലും ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും വണ്ടി കീപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ആഗ്രഹങ്ങളും എല്ലാം നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഇതാണ് സെന്നിൻ്റെ യൂസർ ജെഫിൻ ബ്രോ. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, ഞാൻ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സെന്നിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങി. അപ്പോൾ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നു. അപ്പോൾ വണ്ടി സ്വന്തമാക്കിയതിൻ്റെ പിന്നിലുള്ള ആഗ്രഹങ്ങളും അതിൻ്റെ പിന്നിലുള്ള രസകരമായ കഥകളും ഒക്കെ കാണുമല്ലോ. അതൊക്കെ ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഇത് ബേസിക്കലി മാരുതിയുടെ 2002 മോഡൽ സെൻ VX ആണ്. ഞാനിതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. 2002 മുതൽ ഏകദേശം 22 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓണർ തന്നെ ഉപയോഗിച്ച വണ്ടിയാണ്. 100% കമ്പനി സർവീസിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഞാൻ എടുത്തതിന് ശേഷം ആ കമ്പനി സർവീസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇത് 100% സ്റ്റോക്ക് കണ്ടീഷനാണ് ഇപ്പോഴും. ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്പെയറും ഓയിലും അതേപോലെ ബാക്കിയെല്ലാം കമ്പനി ഏത് സ്പെക്കിൽ ഇറക്കിയോ അതേപോലെ തന്നെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിന് മുമ്പുള്ള ഓണറും അതേപോലെ തന്നെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് കമ്പനി ഏത് വിധത്തിൽ ഇറക്കിയ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ പെർഫോമൻസ് ഇപ്പോഴും എനിക്ക് കമ്പനി ഈ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാര്യം. അതാണ് 22 വർഷമായിട്ടൊരു ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യുന്നു. കാരണം സാധാരണ എല്ലാവരും ഒരു ഇത് കഴിയും മാക്സിമം 10 വർഷമൊക്കെ ഷോറൂമിൽ കൊണ്ടുപോകും. പിന്നീട് അങ്ങനെ കൊണ്ടുപോകുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. ഇതിപ്പോൾ ഇപ്പോഴും ഷോറൂമിലാണ് ചെയ്യുന്നത്. അതെ, ഇത് ആദ്യം എറണാകുളം പോപ്പുലർ ആയിരുന്നു ഇതിൻ്റെ സർവീസ് ഉണ്ടായിരുന്നത് ആദ്യത്തെ സമയത്ത്. ഓക്കെ, പിന്നീട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്ന് റാന്നി ഇൻഡസ് എന്ന് പറഞ്ഞ ഷോറൂമുണ്ട്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൂരജ്. സൂരജ് അവിടുത്തെ ടെക്നിക്കൽ ഹെഡാണ്. സൂരജാണ് ചില കാര്യങ്ങൾ ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മുടെ കോഴഞ്ചേരി സായി സർവീസാണ് അവിടെ ചെയ്യുന്നത്. സായി സർവീസിൽ ഒരു ജിൻസി ഉണ്ട്, കസ്റ്റമർ കെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലിറ്റോ എന്ന് പറഞ്ഞ അഡ്വൈസറുണ്ട്, തോമസ് ഉണ്ട്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് ശരിക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത്തരം വാഹനങ്ങൾ കൊണ്ടടക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെയൊക്കെ വേറെ സെന്നും 800 ഒക്കെ സർവീസ് ചെല്ലാറുണ്ടോ? നമ്മുടെ വണ്ടി ചെന്നതിന് ശേഷം ഞാൻ ഒരുപാട് വണ്ടികൾ അവരുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല പക്കയായിട്ട് അവർ സർവീസ് ചെയ്ത് തരാറുണ്ട്. ശരി, ഓക്കെ ഓക്കെ. അപ്പം സർവീസും കാര്യങ്ങളൊന്നും പേടിയില്ല, പാർട്സ് അവൈലബിലിറ്റി കാര്യങ്ങളൊന്നും പാർട്സ് അവൈലബിലിറ്റി MGP ആണ് നമ്മൾ മാക്സിമം പ്രിഫർ ചെയ്യുക. ഇപ്പോഴും മാരുതി ജെനുവിൻ പാർട്സ് അത് കംപ്ലീറ്റ്ലി ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും കിട്ടുന്ന പോലെ തന്നെ സെന്നിനും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ കുറച്ച് ദിവസം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു 14 days ഒക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നിരിക്കാം. പക്ഷേ MGP ഇട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പെർഫോമൻസ് നമുക്കൊരു നോർമൽ സ്പെയറിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം MGP തന്നെ യൂസ് ചെയ്യുകയാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള കാര്യം. അത് ആ ഒരു സപ്പോർട്ടും പ്രത്യേകിച്ച് സായി സർവീസ് നമുക്ക് തരുന്നുണ്ട്.
അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ കൂടെയാണ് ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു, നമുക്ക് വിശദമായിട്ട് ചോദിക്കാം. അതിന് മുന്നേ ഒരു സെൻ സ്വന്തമാക്കണം തോന്നിയതിൻ്റെ പിന്നിലെ കാരണത്തോട് അറിയണമല്ലോ. വേറെ വണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം വേറെ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ടൊയോട്ടയുടെ എത്തിയോസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഗ്രാൻഡ് വിറ്റാര യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജാപ്പനീസ് മാത്രം. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മിക്കവാറും വാഹനങ്ങളൊക്കെ ഞാനും യൂസ് ചെയ്യാറുണ്ട്. പജേറോ SFX യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹുണ്ടയുടെ വെർണ യൂസ് ചെയ്യുന്നുണ്ട്. മാരുതിയുടെ ഫ്രോൺസ് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വാഹനങ്ങൾ പലതും ബൈ ഗോഡ്സ് ഗ്രേസ് അത് മാറി മാറി വരാറുണ്ട്. പക്ഷേ സെൻ എന്ന് പറയുന്നത് പണ്ട് ബൈജേറിന്റെ ഒരു വീഡിയോയിൽ പറയണ പോലെ സെൻ പോകുമ്പോൾ വായും പൊളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 2004 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വണ്ടികൾ ഇറങ്ങിയ ഒരു സമയമാണ്. ഒരു 95 to 2004 എന്ന് പറയുന്നത്. ആ സമയത്ത് സെൻ ഉണ്ടായിരുന്നു, 800 ഉണ്ടായിരുന്നു, മിസ്റ്റുബിഷിയുടെ വണ്ടികളുണ്ടായിരുന്നു, ക്വാളിസ് ഇറങ്ങിയ സമയം. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ടൈമാണ്. ആ സമയത്ത് വാഹനങ്ങൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഒന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ക്യാച്ച് ചെയ്ത ഒരു ഡിസൈനാണ് ശരിക്കും സെന്നിൻ്റേത്. അപ്പം സെന്നിൻ്റെ ഡിസൈൻ നമ്മൾ പുറമേ നോക്കുമ്പം 800ൻ്റെ ഡിസൈനും അല്ല, എന്നാൽ ഒരു ഓൾട്ടോയുടെ ഡിസൈനും അല്ല. ഞാൻ ശരിക്കും ഇതിനൊരു സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് ഡിസൈൻ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒന്നും ഒരു പകുതിയായിട്ട് ഒരു പാർഷ്യലി നിൽക്കുന്ന ഒരു ഡിസൈനിങ് ഫിനിഷിംഗ് ഒന്നും ഇവിടെയില്ല. എല്ലാം കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആണ്. അതിപ്പോൾ ഏത് പോർഷൻ നോക്കിയാലും ശരി നമുക്ക് അത് പറയാം. അത് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒന്നും ഓവറല്ല എന്നാൽ ഒന്നും ഒട്ടും കുറവല്ല. ഒരാൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന എല്ലാ രീതിയിലുള്ള ഡിസൈനിങ് ഫാക്ടേഴ്സും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള ഒരു കാര്യം. ശരി. ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻസിലെ വണ്ടിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പോളോ ആയിട്ടൊക്കെ വേണമെങ്കിൽ പറയാമോ, ഹോട്ട് ഹാച്ച് എന്നുള്ള രീതിയിൽ? ആ കാലഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും പ്രീമിയം ഹോട്ട് ഹാച്ച് ആയിരുന്നു സെൻ എന്ന് പറഞ്ഞത്. കാരണം സെന്ന് അതിന്റെ വാല്യൂ ശരിക്കും മനസ്സിലാവുന്ന ഒരു പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ സെന്നിന്റെ വാല്യൂ ചിലപ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. ഞാൻ ഈ വണ്ടിയും കൊണ്ട് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ ചെല്ലുമ്പോൾ അവർ പലരും പറയുന്നുണ്ട് അവരുടെ യങ്ങർ കാലഘട്ടത്തിൽ എന്നുവെച്ചാൽ ആ കാലഘട്ടം ഒരു 2004 കാലഘട്ടത്തിൽ സെന്നിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരുന്നു. സെൻ കിട്ടാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ട് 6 മാസത്തോളം 1 വർഷം വരെ സെന്ന് തന്നെ വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പലർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റി, പലർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർ, ഇപ്പം എൻ്റെ ഫാദറിൻ്റെ ഒക്കെ ആ തലമുറയിലുള്ള ആൾക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു ശരിക്കും സെൻ. അപ്പോൾ സ്വപ്ന വണ്ടിയായിരുന്നു. അന്നൊരു ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഒരു ജീപ്പ് ഒരു ലോക്കൽ യൂസിനും സെന്ന് ഒരു പുറത്തുള്ള യൂസിനും വേണ്ടി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സെന്ന് മേടിക്കുക എന്ന് പറയുന്നത് ആൾക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഈ സെന്നും കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ പലപ്പോഴും അത് ഷെയർ ചെയ്യാറുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വളരെ സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ്. കാരണം അങ്ങനെ ഒരു വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയല്ലോ. തീർച്ചയായിട്ടും പറ്റിയപ്പോഴല്ലേ. ഇവരോടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ഒരു സൗണ്ട് പോലെ തോന്നുന്നു. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് സെന്ന് സ്വന്തമാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം 1 വർഷത്തോളം ഉപയോഗിച്ചു. അതെ, ഞാനിപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആവുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഏകദേശം ഒരു 82,000 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടിയിരുന്നത്. ഞാൻ ഏകദേശം ഒരു 11,000 കിലോമീറ്റർ ഇപ്പോൾ ഓടി. 93 കഴിഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ 1 വർഷം കൊണ്ട് 11,000 ഓടിച്ചു. അതെ. കാരണം എനിക്ക് ഡെയിലി ഒരു 70 to 90 കിലോമീറ്റേഴ്സ് എങ്ങനെ പോയാലും ഡെയിലി ഓട്ടമുണ്ട്. എനിക്ക് വേറെ വണ്ടികൾ ഉണ്ടെങ്കിലും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഈ സെന്നാണ്. അപ്പോൾ എൻ്റെ ലോക്കൽ യാത്രകൾക്കും ലോങ് യാത്രകൾക്കും ഒക്കെ സെന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. എന്ത് ചെറിയ സൗണ്ട് വ്യത്യാസമോ ചെറിയ കംപ്ലൈൻറ്റോ തോന്നിയാൽ തന്നെ അന്നേരം തന്നെ അത് ഷോറൂമിൽ കയറ്റി അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം മറ്റുപയോഗിക്കുന്നത് എത്തിയോസ് ആണ്. അതിനും ഇതുപോലെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഇഷ്യൂസോ 0% മെയിൻ്റെനൻസ് ഉള്ള വണ്ടിയാണല്ലോ. അതെ, അതുപോലെ തന്നെ കാണാം ഏകദേശം ഇതും. അതെ. ഇതിപ്പോൾ നമ്മൾ എത്രമാത്രം ഇതിനെ കെയർ ചെയ്യുന്നോ അത്രമാത്രം വണ്ടി നമ്മളെ കെയർ ചെയ്യുമെന്നുള്ളൊരു ഫിലോസഫി ഉണ്ട്. അതിൽ തന്നെയാണ് അങ്ങനെ ചിന്തിച്ചാൽ ഇത് ഓക്കെയാണ്. ഓക്കെ. അപ്പം നമുക്ക് ഫ്രെയിമൊക്കെ ഒന്ന് മാറ്റാം അല്ലേ. അടുത്ത ഫ്രെയിം നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻറ്റീരിയറിലോട്ട് കയറി നമുക്ക് റൺ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വണ്ടി എടുത്തോ. നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആദ്യം തന്നെ ഷെയർ ചെയ്യാം. എങ്ങനെ ഫീൽ ചെയ്തു ഇപ്പം മറ്റു വണ്ടികൾ ഓടിച്ചിട്ട് ഇതിലോട്ട് വന്നപ്പം? ഇതിപ്പം വണ്ടി വാങ്ങുന്നതിന് മുന്നേ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ പലതവണ? ഇല്ല, വണ്ടി വാങ്ങി ഞാനല്ലേ വണ്ടി ശരിക്കും പോയി എടുക്കുന്നത്. എനിക്ക് വേണ്ടി എൻ്റെ ബ്രദറാണ് പോയി എടുക്കുന്നത്. അവൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ഒരു ഏകദേശം ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ സെന്നാണ്, 2002 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്, ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ സെന്നിന്റെ ഏകദേശം ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നേരം
പ്രത്യേകിച്ച് ഓടിച്ചു നോക്കേണ്ട ആവശ്യം എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതുകൊണ്ട് എടുത്തോളാൻ പറഞ്ഞു, അന്ന് എടുത്തു വന്നു. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്ത അതേ കണ്ടീഷൻ തന്നെയായിരുന്നു വണ്ടി എൻ്റെ കൈ കിട്ടുമ്പോഴും. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഓടിച്ചു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതിന് ശേഷമാണ് ശരിക്കും ഞാൻ ഓടിച്ചു നോക്കുന്നത്. ഓക്കെ, ശേഷം ഓടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ ഫീൽ എന്താണ്? അതിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പാക്റ്റ് ആണ്, റിഫൈൻഡ് ആണ്, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ തോന്നി? കാരണം ആ കാലഘട്ടത്തിൽ ശരിക്കും ഈ സെന്നും എസ് ടീമും നമ്മൾ ഓടിക്കാൻ ആഗ്രഹിച്ചിരുന്ന സാധനമാണ്. അപ്പൊ ഇടയ്ക്ക് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ സെന്നിന്റെയും ആ ഒരു പെർഫോമൻസ് നമ്മുടെ മനസ്സിലുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് തന്നെയായിരിക്കും, ആ മനസ്സിൽ വെച്ചോണ്ടായിരിക്കും നമ്മൾ സെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടത്. അതേ കണ്ടീഷൻ തന്നെയായിരുന്നു. അത് അങ്ങനെ തന്നെ കിട്ടി എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ. അതെ അതെ, എക്സ്പെക്ടേഷൻ എനിക്ക് പാളിയില്ല. അപ്പൊ അതുകൊണ്ട് അത് നന്നായി. ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു പെർഫോമൻസ് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഓടിക്കുമ്പോൾ കിട്ടി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അത് സാറ്റിസ്ഫൈഡ് ആയ ആ കാര്യത്തില്. എന്നിട്ട് വണ്ടി എത്ര ലോങ് വരെ പാൻ ബ്രോയ്ക്ക് ഓക്കെ ആണ് ഇതുകൊണ്ട്? ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്ന് പറഞ്ഞു. അതെ, ഇതുകൊണ്ട് ലോങ് പോകാറൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതും കൊണ്ട് പെട്രോൾ അടിക്കാൻ കാശ് എത്രമാത്രം കയ്യിൽ നിന്ന് തീരുന്നു അത്രയും വരെ ഓടാൻ റെഡി. അത് ശരി. ഇതുവരെ പോയിട്ടുണ്ട് ഞാൻ ഇതും കൊണ്ട്? ബാംഗ്ലൂർ പോയി, കോയമ്പത്തൂര്, പിന്നെ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം എറണാകുളം ഒക്കെ. ഇത് എന്റെ പേഴ്സണൽ യൂസ് അല്ല, ഇത് തന്നെ പോകുന്നത്. ശരി. അപ്പൊ ഈ എത്തിയോസ് ഉണ്ടായ സ്ഥിതിക്ക് ഇതെടുക്കുന്നതിന്റെ പിന്നിലെ കാര്യം ഏതാണ്? പെർഫോമൻസിന്റെ ആണോ, അതോ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ, അതോ മൈലേജ് കൊണ്ടാണോ? എല്ലാം ഉണ്ട്. വണ്ടിയോടുള്ള ഇഷ്ടം മാത്രമല്ല, ഓടിക്കാനുള്ള സുഖം. പിന്നെ ഇത് ഒരിക്കലും എന്താ പറയാ, ഒരു നടുവേദനയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതിനങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ശരി. ബ്രോയ്ക്ക് ഇപ്പൊ ഒരു 6 feet അബവ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. 6 feet ഉണ്ട്. എന്നിട്ടും സീറ്റിംഗ് ഒക്കെ പക്കയാണ്. ഞാനിപ്പം വളരെ ഫ്രീ ആയിട്ട് തന്നെ ഓടിക്കുന്നത്. എനിക്ക് വേറെ ഇതിനകത്ത് ഒരു പെയിനോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും, ഒരു ടയർഡ്നെസ്സോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇതിന്റെ സീറ്റ് കമ്പനി സീറ്റ് ആണെങ്കിലും ഇതിന് യൂസ് ചെയ്തേക്കുന്ന കവർ അന്നത്തെ സമയത്ത് കോയാടെ സീറ്റ്സാണ്. അതാണ് ഈ വെൽവെറ്റ് കവർ വന്നേക്കുന്നത്. അപ്പോ ഇത് പുറം വേർക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ വെന്റിലേഷൻ സീറ്റ് പോലെ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഇതാണ് ഇതിനകത്തുനിന്ന് കിട്ടിയത്. അങ്ങനെ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു കാര്യം അല്ലേ, കോമ്പാക്ട്നെസ്. അതെ. ഇപ്പൊ നമ്മളിപ്പോ ഈ വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മിനിമം സ്പേസിലാണ്. അതെ, എനിക്കൊന്നൊരു നോർമൽ ഒരു 10 അടി വീതിയുള്ള ഒരു റോഡിലായിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈസിയായിട്ട് തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു കോമ്പാക്ട്നെസ് തന്നെയാണ് ഈ വണ്ടിയോടുള്ളൊരു ഡെയിലി യൂസ്. സൈഡ് ഇല്ല, കുഴപ്പമില്ല, തിരിയും. അതാണ് ഇതിന്റെ ക്ലിയറൻസ്. ഇനിയും ഫ്യൂവൽ എഫിഷ്യൻസി എങ്ങനെയുണ്ട്? ടൗണിൽ ഏകദേശം ഒരു 14 കിലോമീറ്റർ മൈലേജ് ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പോൾ പുറത്ത് ഹൈവേയിൽ അതിൽ കൂടുതൽ എനിക്ക് 16 വരെ കിട്ടിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ ആ ഒരു അന്നത്തെ സെന്നിന് നമുക്ക് ഈ പറയുന്ന പോലെ 800 മൈലേജിലേക്ക് വരില്ല. അപ്പൊ എന്നാലും സെന്നിന്റെ പെർഫോമൻസും സെന്ന് തരുന്ന കംഫർട്ടും വെച്ച് നമുക്ക് മൈലേജ് ഓക്കെയാണ്. പണ്ട് കാർബറേറ്ററിൽ നിന്ന് MPFI അതിലോട്ട് വന്നതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ. അതെ. പിന്നെ MPFIയുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ആ മൈലേജ് നമുക്ക് എല്ലാം കൊണ്ട് ഓക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അതൊരു കംപ്ലൈന്റ് അല്ല, ഒരിക്കലും കംപ്ലൈന്റ് ആണ് ഞാൻ പറയില്ല. ഓക്കെ. അപ്പം എത്തിയോസ് വേറെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ. എത്തിയോസിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? എത്തിയോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ്റെനൻസ് ഫ്രീ വെഹിക്കിളാണ്. നമ്മളത് എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും ടൊയോട്ടയുടെ എഞ്ചിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ ഒരു റിലയബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട്നെസ്, ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി നമ്മൾ എങ്ങനെ മോശമായിട്ട് ഓടിച്ചെന്ന് പറഞ്ഞാലും അത് നഷ്ടപ്പെടില്ല. അത് അതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് ഇതിനു മുമ്പ് ഇനോവ യൂസ് ചെയ്തിരുന്നു, അതിനകത്തും അത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം എത്തിയോസ് ലിവേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്തൊക്കെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതാ ടൊയോട്ടയുടെ എഞ്ചിനും അതിന്റെ ആ ഒരു ബ്രാൻഡിന്റെ വാല്യൂ, മെറ്റീരിയൽസിന്റെ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഒക്കെ ഒരു ക്വാളിറ്റി അതെപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് സർവീസും അതേപോലെ തന്നെയാണ്. അത് ഷോറൂമിൽ ആണ്. അതെ, നിപ്പോൺ ടൊയോട്ടയാണ്. അപ്പൊ അവര് ആ സർവീസ് അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട നിപ്പോണിൽ ലിൻഡോ എന്ന് പറഞ്ഞൊരു സ്റ്റാഫുണ്ട്. പുള്ളിയാണ് നമ്മളെ കുറെ വർഷങ്ങളായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വണ്ടികൾക്ക് അത് ആ ഒരു നീറ്റ്നെസ് ഉണ്ട് എപ്പോഴും. നമുക്ക് ആ ഒരു ട്രസ്റ്റും ഉണ്ട് നിപ്പോണിനോട്. ഒന്നും ചിന്തിക്കേണ്ട സർവീസിന്റെ പേരില്ല. ഈ വണ്ടിക്ക് അതുപോലെ തന്നെ. അതെ. ഓക്കെ. ഇനി വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ, വണ്ടിയുടെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് ഓരോന്ന് ചോദിക്കാം. അതായത് അന്നുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ വന്ന കാര്യവും ഒരു 2002 ഇറങ്ങിയ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം
സെൻസേഴ്സ് ഇത് ഇപ്പോഴത്തെ വണ്ടികളെ പോലെ ഒരു 100% സെൻസറിലല്ല ഇത് ഓടുന്നത്. എന്നാലും സെൻസേഴ്സ് ഉണ്ട്, ഡയഗ്നോസ് ചെയ്യുമല്ലോ. അതെ 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 അതെ. പക്ഷേ പല സെന്നിനും ഇല്ലാത്തൊരു പ്രത്യേകത ഈ സെന്നിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിന് OBD സെൻസർ ഉണ്ട്, അപ്പൊ നമുക്കിത് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇതിന് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആദ്യം. പിന്നീട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് സെന്നിന്റെ, TMSR എന്ന് പറയും, ഈ മാരുതി സെൻ റൈഡേഴ്സ്. അപ്പൊ അതില് എന്താ മെക്കാനിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവര് പലപ്പോഴും ഈ വണ്ടി കണ്ടിട്ട് അത് നോക്കിയിട്ട് അവർ പറയാറുണ്ട്, വേറൊരു സെന്നിലും അത്തരം കാര്യങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഇതിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച പോലുള്ള കുറച്ച് സെന്നുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ഏകദേശം ഒരു 300 സെന്നുകൾ ഉൾപ്പെടെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു സെൻ ആണ് ആദ്യം ഇന്ത്യയിൽ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്ത വണ്ടികളിൽ. അതെ 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 അതെ. അപ്പൊ അങ്ങനെ കുറച്ച് ലിമിറ്റഡ് എഡിഷൻ വണ്ടികൾ ഉണ്ടായിരുന്നല്ലോ സെന്നിന്. കാരണം സെൻ കാർബൺ ഉണ്ടായിരുന്നു, സെൻ സ്റ്റീൽ ഉണ്ടായിരുന്നു. അത് രണ്ടും 3 ഡോർ വണ്ടിയാണ്. അതിനുശേഷം സെൻ ക്ലാസിക് ഇറങ്ങിയിരുന്നു, അത് ഒരു കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ തന്നെ 2002, 2003 കാലഘട്ടത്തിൽ എക്സ്പോർട്ട് പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് സെന്നുകൾ മാരുതി മേക്ക് ചെയ്തിരുന്നു. അപ്പൊ അതെന്തോ അന്നത്തെ എന്തോ ഒരു ഇഷ്യൂ കാരണം ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പൊ അതിൽ കുറച്ച് സെന്നുകൾ അവൈലബിൾ ആണ്, അതിലൊരു സെന്നാണെന്നാണ് ഇത് പറയുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ മറ്റ് സെന്നുകളിലൊന്നും ഇത്തരം ആ ഒരു സെൻസർ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ അതിനുണ്ട്. ആ സെൻസേഴ്സിന്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കാണിക്കാം ഇപ്പം. അതുപോലെ AC 2002 ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാത്തിലും AC ഒക്കെ ആയല്ലോ. അതെ അതെ അതെ. അതോ ഇത് VX ആണ്? LX VX ആയിരുന്നു. LX ഉണ്ടായിരുന്നു, LXi ഉണ്ടായിരുന്നു, VX ഉണ്ടായിരുന്നു, VXi ഉണ്ടായിരുന്നു. ഇത് VX ആണ്. VX ആണ്. അപ്പൊ ഈ VX വേരിയന്റിന് അന്ന് ഏകദേശം ഒരു 3 lakhs, അന്നൊരു 4-നുള്ളിൽ 3.5 4 ലക്ഷം രൂപയ്ക്കുള്ളിലായിരുന്നു അന്നത്തെ സെന്നിന്റെ വില. അതെ. അപ്പൊ അന്ന് ഇതിന് AC ഉണ്ടായിരുന്നു. അതെ, അന്ന് 2002 എന്തൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതെ, മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു. അതെ. LX-ന് ഇല്ലായിരുന്നു. LX-ന് ഉണ്ടായിരുന്നില്ല. VX-ഉം VXi-ക്ക് മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും അതേപോലെ മീൻസ് മെയിൻ്റെനൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയോ? ഇല്ല, നിലവിൽ ഇപ്പൊ AC ഗ്യാസ് റീഫിൽ ചെയ്തു എന്നുള്ളതല്ലാതെ പിന്നെ അത് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പുള്ള ആളും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും AC ഇട്ട് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഇതുവരെ അങ്ങനെ AC-യിൽ കാണിച്ചിട്ടില്ല. ഇപ്പോഴും ആ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. മനസ്സിലായി. അതാണ് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല. അതെ. അതുപോലെ AC-യുടെ കാര്യവും, വണ്ടിയിൽ കയറിയപ്പോഴേ ഒരു 20-24 വർഷം പഴക്കം, 22 വർഷം പഴക്കമുള്ള വണ്ടി ആയതിന്റെ തണുപ്പ് കുറവൊന്നുമില്ല. കൂളിംഗ് ഒക്കെ ആവശ്യത്തിനുണ്ട്. ഉണ്ട്. ഇതൊരു ഞാനിപ്പോ ഇതിനകത്ത് രണ്ടാമത് AC ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. കുറവുള്ള ഗ്യാസ് മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. എനിക്ക് മുമ്പ് ഒരു 2 വർഷം മുമ്പാണ് ഇത് മുമ്പുണ്ടായിരുന്ന ഓണർ ഫില്ല് ചെയ്തത്. അപ്പൊ ആ യൂസ് അതേ അനുസരിച്ചായിരുന്നു. പക്ഷെ ഇതുവരെ വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നെ പീരിയോഡിക് സർവീസിന്റെ ഭാഗമായിട്ട് AC ഫിൽറ്റേഴ്സ് മാറുന്നപ്പോൾ എപ്പോഴും ഞാൻ മാറാറുണ്ട്. പിന്നെ എന്തെങ്കിലും സ്മെല്ല് വ്യത്യാസമോ ഒക്കെ ഉള്ളപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല വേറെ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. പ്രോപ്പർലി വർക്കിംഗ് ആണ് AC-യുടെ കാര്യങ്ങളെല്ലാം. അതെ. ഓക്കെ. ഈ കാണുന്നതാണ് എൻജിൻ റൂം. അതേപോലെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലേ? എന്തൊക്കെയായിരുന്നു അന്ന് ഇമ്പോർട്ട് ക്വാളിറ്റി മീൻസ് എക്സ്പോർട്ട് ക്വാളിറ്റി ആണെന്ന് തോന്നിയതിന്റെ കാരണങ്ങൾ? തോന്നിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിനകത്ത് വയറിംഗ് കിറ്റിന്റെ ഒരു വ്യത്യാസം. അതേപോലെ തന്നെ ഫ്യൂസ് ബോക്സ്, അതേപോലെ തന്നെ ചില ഫ്യൂസുകൾ, അതിന്റെ ഒക്കെ ഈ ചില കവറുകൾ, ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ ഷേപ്പ് വ്യത്യാസം, അതൊക്കെ മറ്റ് സെനുകളേക്കാൾ ഒരു വ്യത്യസ്തത ഇതിന് വരുത്തുന്നുണ്ട്. ഇത് അന്നത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് 2002 മോഡൽ MPFI 1000cc എഞ്ചിൻ തന്നെയാണ്, സ്റ്റോക്ക് എഞ്ചിൻ തന്നെയാണ്. ഇതിന് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള ചില ചേഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നോർമൽ സെന്നിനേക്കാൾ ഒരു വ്യത്യസ്തത ഇതിന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്നത്തെ എക്സ്പോർട്ട് ക്വാളിറ്റി സെന്നിന്റെ ഒരു പ്രത്യേകത പോലെ തന്നെ നമുക്ക് അതിനോട് മാച്ച് ചെയ്യാൻ തരത്തിലുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഷേപ്പ് വ്യത്യാസം മീൻസ് ഇതിന്റെ ഈ ബോക്സുകളൊക്കെ ഉണ്ട്, ഈ കവറുകൾക്കൊക്കെ മിക്കവാറും സെന്നുകൾക്ക് ഒരു സ്ക്വയർ ഷേപ്പുകളായിരിക്കും, പക്ഷെ ഇതിനൊരു ഓവൽ ഷേപ്പുകളുണ്ട്. പിന്നെ വയറിംഗ് കിറ്റിൽ വ്യത്യാസമുണ്ട്. വയറിങ്ങിന്റെ പാറ്റേൺ പലപ്പോഴും ഡിഫറൻസ് ആണ്. നമ്മളിതിന്റെ വയറിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓട്ടോ ഇലക്ട്രീഷ്യൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാരണം നോർമൽ സെന്നിന്റെ എക്സാക്ട് വയറിംഗ് കിറ്റ് അല്ല ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ചില പ്രത്യേകതകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പുറയിലത്തെ ഡോറിലേക്ക് വരുമ്പം ഈ വണ്ടിക്ക് ഡീഫോഗർ ഇല്ലെങ്കിൽ തന്നെ ഡീഫോഗറിലേക്ക് കണക്ഷൻ പോകാനായിട്ടുള്ള കേബിൾസ് ഇട്ടിട്ടുണ്ട്. ഒരു അഡീഷണൽ ബ്രേക്ക് ലൈറ്റ് കൊടുക്കാനുള്ള കേബിൾസ് ഇട്ടിട്ടുണ്ട്. സ്റ്റീരിയോയ്ക്കുള്ള കേബിൾസ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അതൊന്നും അന്നത്തെ നോർമൽ സെൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്
അത് ഇന്ത്യയിൽ ഇല്ലാത്തൊരു കൾച്ചറായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷേ പുറത്തേക്ക് ഉള്ള വണ്ടികൾക്ക് അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ഓൾറെഡി കമ്പനി വന്ന വയറിംഗ് കിറ്റ് തന്നെ ഉണ്ടായിരുന്നു. റിയർ വൈപ്പേഴ്സ് ഉണ്ടായിരുന്നു. റിയർ വൈപ്പേഴ്സ് കമ്പനി വന്നതാണ്. ഡിഫോഗർ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ VXI വേർഷൻ ഡിഫോഗർ ഉണ്ട്. ഇത് VX ആണ്. പക്ഷേ ഡിഫോഗർ ഇൻ കേസ് നമുക്ക് ഗ്ലാസ് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് അങ്ങനെ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യവും അതിനുള്ള കേബിൾ കണക്ഷനും ഇലക്ട്രിക്കൽ കണക്ഷനും പുറയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വയർ കട്ട് ചെയ്ത് സ്പീക്കേഴ്സിന് അഡീഷണൽ കണക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ആ കപ്ലിംഗ് ഒക്കെ തന്നെ കമ്പനി സ്റ്റോക്കിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോർമൽ സെന്നിനേക്കാൾ ഈ സെന്നിനെ വ്യത്യസ്തപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പം മെയിൻ്റെനൻസ് ചെയ്യാൻ പോയപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് അല്ലേ? ഇതിനൊരു ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് വന്നു വണ്ടിക്ക്. അപ്പോൾ ആ കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്യാൻ ചെന്നപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ. അപ്പം ഫസ്റ്റ് ഓണർ പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ കംപ്ലൈന്റ്സ് വേറെ എന്തെങ്കിലും വന്നിട്ടുള്ളതായിട്ട്? ഫസ്റ്റ് ഓണറിന് അതിനെക്കുറിച്ച് വലിയ ഇതില്ലായിരുന്നു. നോർമൽ ഒരു സെൻ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കയ്യിൽ വന്നപ്പോൾ നമ്മൾ സെന്നോടുള്ള താല്പര്യം കൊണ്ടും നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ തുടങ്ങി. പിന്നെ സെന്നിനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ, എനിക്ക് വളരെ ചെറിയ അറിവാണുള്ളത്, പക്ഷെ എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TMS ഇടാർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. കേരളത്തിൽ ഏകദേശം ഒരു 300-350 സെന്നുകളോളം അതിനകത്തുണ്ട്. അവരൊക്കെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും എൻ്റെ അറിവും സെന്നിനെ കുറിച്ച്. അപ്പോൾ ആ അറിവിൽ തന്നെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ട് പോവുകയും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും. ഈവൻ നമുക്കൊരു സ്പെയർ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാൽ നമുക്ക് എവിടെന്നെങ്കിലും ഒരു സ്പെയർ അവർ അറേഞ്ച് ചെയ്ത് തരും. അത് മാത്രമല്ല ആ ഒരു കൂട്ടായ്മ എപ്പോഴും ഉണ്ട്. ഏത് സമയവും ഏത് സംശയവും എന്ത് കാര്യവും അവരോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണത്. പല രീതിയിലുള്ള മോഡിഫൈഡ് വണ്ടികളും അതിനകത്ത് ഉണ്ടാവുമല്ലോ. അതിൽ എല്ലാ രീതിയിലുള്ള വണ്ടികളുണ്ട്. എയർ സസ്പെൻഷൻ ചെയ്ത എല്ലാ രീതിയിലുള്ള വണ്ടികളുണ്ട്. മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട്, സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടികളുണ്ട്. ഏത് തരത്തിലുള്ള വണ്ടികൾ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതൊക്കെയാണ്. പിന്നെ കുറച്ച് ഇന്റീരിയറിൽ കയറിയപ്പം അതിനകത്ത് പവേർഡ് വിൻഡോസ് ആണ് ഇതിന് വന്നിരിക്കുന്നത് 2002. അതിൽ എനിക്കൊന്ന് സർപ്രൈസ്ഡ് ആയത് ഓട്ടോമാറ്റിക് ആണ് ഡ്രൈവർ ഡോർ. അതെ, ഡ്രൈവർ സൈഡ് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടോ? അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. വൺ ടച്ച് ആണ് വന്നിരിക്കുന്നത്. അതേതായാലും അത് നമുക്ക് പ്രഷറെ കാണിക്കാം തീർച്ചയായിട്ടും. അതുപോലെ സർപ്രൈസ്ഡ് ആയി പോയിട്ടുള്ള ഫീച്ചേഴ്സ് വേറെ എന്തൊക്കെയാണ്? സർപ്രൈസ് ആയി പോയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഇലക്ട്രിക്കൽ സെറ്റപ്പ് ആണ് നമുക്ക് സർപ്രൈസ്ഡ് ആയിട്ട്. OBD സെൻസേഴ്സ്, അത് തന്നെ OBD സെൻസർ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അത് മറ്റ് സെന്നുകളെക്കാൾ കൂടുതൽ ഇതിന് ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. ഡയഗ്നോസ് ചെയ്തു. അതെ, നമ്മൾ ഡയഗ്നോസ് ചെയ്തു. ചെയ്തപ്പം അത് നമുക്ക് ക്ലിയർ ആയിട്ട് അത് ക്യാച്ച് ചെയ്യാനും പറ്റി. ഓക്കെ, എറേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും. അതെ, ഓക്കെ ഓക്കെ. അതൊക്കെയാണ് എൻജിൻ സൈഡിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ്. നോക്കിക്കഴിഞ്ഞാൽ AC കൺട്രോൾസും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നു. ഇത് അന്നത്തെ ഉള്ള അതേ സെയിം തന്നെയാണോ? അല്ലല്ല, ഇത് ചേഞ്ച് മാറ്റിയില്ലേ? പൈനിയറിൻ്റെയിലോട്ടാക്കി. ഓക്കെ. പിന്നെ ഇതിനകത്ത് റിയർ വൈപ്പേഴ്സ് സ്വിച്ച് ആണ്. ഇത് വർക്കിംഗ് ആണ്. ഇതിന്റെ വാഷറും അതേപോലെ അഡീഷണൽ സ്വിച്ചുകൾ എടുക്കാനുള്ള ഓപ്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു സിഗരറ്റ് പ്ലഗറോ മറ്റേ ഹീറ്റർ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആഡ് ചെയ്യാം. അതെ, MID-യിലോട്ട് നോക്കിയാലും അതെ, അത് എല്ലാം അന്നത്തെ ഉണ്ടായിരുന്ന ബേസിക് ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ആ ക്ലസ്റ്റേഴ്സിന് കംപ്ലീറ്റ് ആണ്. അതെല്ലാം വർക്കിംഗ് ആണ് അന്നത്തെ പോലെ തന്നെ. അതെ. പിന്നെ ഉള്ളത് ഈ സ്റ്റിയറിംഗ് വീല്. ഈ സ്റ്റിയറിംഗ് വീൽ അന്നത്തെ ലിമിറ്റഡ് എഡിഷൻ വണ്ടികൾ വരുന്ന 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ബാക്കി സെന്നുകൾക്കൊക്കെ ഒരു ചെറിയ ബോക്സിംഗ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ വണ്ടികൾക്ക് ഈ ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങിയ വണ്ടികൾക്ക് ഇത്തരം ഈ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതെ, അതേപോലെ തന്നെ വർക്കിംഗ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വിൻഡോസ് ആണ് സെന്നിന് വന്നിരുന്നത് 2002-ൽ. 2002-ൽ വേറെ വണ്ടികൾക്ക് ഇല്ലാതിരുന്നൊരു ഫീച്ചർ മാരുതിയുടെ വേറെ വണ്ടികൾക്ക്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ലാൻസറിനും ഡേവിന്റെ സീലോ അങ്ങനെയുള്ള വണ്ടികൾക്ക് ഈ ഓപ്ഷൻസ് ഉണ്ടായിരുന്നതാണ് എന്റെ അറിവ്. പക്ഷെ മാരുതിയുടെ വേറെ വണ്ടികൾക്ക് ഇത്തരം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലോക്കും ചെയ്യാൻ പറ്റും. വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫ്രണ്ടിൽ മാത്രമാണ്, ബാക്കിലല്ല. അതേപോലെ കമ്പനി സെൻട്രൽ ലോക്കിംഗ് ആണ് ഈ വണ്ടി. കമ്പനി സെൻട്രൽ ലോക്ക് ആണ്. നമ്മൾ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് വന്ന സെൻട്രൽ ലോക്ക് തന്നെയാണ് ഉള്ളത് വന്നിരിക്കുന്നത്. ഓക്കെ. 2006 വരെ ഉണ്ടായിരുന്നല്ലേ? സെൻ മൈനർ അവസാനിക്കുന്നത് 2006 വരെ. അന്ന് അതിന്റെ പ്രൈസ് എത്ര ആയിരുന്നു ഓർക്കുന്നുണ്ടോ? അന്നൊരു 5.5 ആണെന്നാണ് റേഞ്ച് ഒക്കെ ആയിരുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പം മാരുതി 800 നിർത്തുന്നത് മീൻസ് അതിന് മുന്നേ തന്നെ സെൻ നിർത്തി. അത് സെൻ ST-ലോ വന്നു. പക്ഷെ വിപണിയിൽ അത്ര ഒക്കെ ആയിരുന്നില്ല. പക്ഷെ ഒരു രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ. ഒരു ബോക്സി ഷേപ്പ് കാര്യങ്ങളായിരുന്നു. പക്ഷെ വാഗനാറാണ് പിടിച്ചു കയറി വന്നത് ആ കൂട്ടത്തിൽ.
ഓക്കെ, അപ്പം ഇത്തരം വണ്ടികൾ കീപ്പ് ചെയ്യുന്നവരോട് പറയാൻ എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ? ചിലർ സർവീസിന് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും, പലർക്കും അറിവുണ്ടായിരിക്കില്ല ഷോറൂമിൽ ഇത് സർവീസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം നിങ്ങൾക്ക് ബ്രോയ്ക്ക് ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് TMZR അല്ലേ? അതിൽ അതുള്ള സ്ഥിതിക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ഒരു കൺഫ്യൂഷൻസും ഇല്ല. കാര്യം അത്ര ട്രാൻസ്പെറന്റ് ആണ് അവിടെയുള്ള ആളുകളെല്ലാം. കാരണം ഈ ജാനുവരി 2025 ജാനുവരി 12 ഒരു മെഗാ മീറ്റപ്പ് നടക്കുന്നുണ്ട് ചാലക്കുടി വെച്ച്. അതായത് നെക്സ്റ്റ് വീക്ക്. അതെ, നെക്സ്റ്റ് വീക്ക്. അതിനകത്ത് ഏകദേശം ഒരു 300-350 വണ്ടികളോളം വരുമെന്നാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാം സെന്നാണ്. അത് സെന്ന് മാത്രം യൂസ് ചെയ്യുന്നവരല്ല, അവർക്ക് വേറെ വണ്ടികളുണ്ട്. പക്ഷെ അവർക്ക് സെന്നോടുള്ള താല്പര്യം, സെന്നോടുള്ള ഇഷ്ടം, സെന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു കംഫർട്ട്നെസ്, അതുകൊണ്ട് സെന്ന് വർഷങ്ങളോളം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഒരു കൂട്ടായ്മ ഇപ്പം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു ത്രില്ലാണ് ഞങ്ങള്. ധാരാളം സെന്നുകൾ കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷത്തില്. പിന്നെ സെന്ന് യൂസ് ചെയ്തിട്ട് മറ്റൊരു വണ്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ വിചാരിച്ചത്. കാരണം എത്തിയോസ് ഉണ്ട്, ഇതിനെക്കാട്ടിൽ ഫ്യൂൽ എഫിഷ്യൻസി വേണമെങ്കിൽ കിട്ടാം, അങ്ങനെയൊക്കെ പോയിട്ടും ഇത് തന്നെ ഉപയോഗിക്കുന്നെങ്കിൽ മൈലേജ് കിട്ടുമെന്നുള്ള കാരണം കൊണ്ട് മാത്രമൊന്നും അല്ല ഇതിൽ വന്നിരിക്കുന്നത്, വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ആൾക്കാർക്ക് കൊടുക്കുന്ന സജഷൻസ് എന്താണ്? ഈ ഗ്രൂപ്പിൽ ഇല്ലാത്ത കുറേ പേര് കാണുമല്ലോ, നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട്. ശരിക്കും പഴയ വണ്ടികൾ എടുക്കുമ്പോൾ ആൾക്കാർക്കുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ കംപ്ലൈന്റ് ഉണ്ടാവും, പേടിച്ച് ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെയാണ് പഴയ വണ്ടികൾ ആൾക്കാർ എടുക്കാൻ പഠിക്കുന്നത്. അതെ, ഓട്ടത്തിൽ നിന്ന് പോവോ, എത്ര ദൂരം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ടെൻഷൻ. പക്ഷെ ഞാൻ മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ പഴയ വണ്ടികളാണ്. പഴയ വണ്ടികൾ നമ്മൾ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും നമ്മൾ ഈ വണ്ടിക്ക് അതിനൊരു ക്യാരക്ടർ ഉണ്ട് എപ്പോഴും. ആ ക്യാരക്ടറിനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയാൽ വണ്ടി തിരിച്ച് അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് തരുമെന്നുള്ളതാണ് ശരിക്കും. അത് റിയലൈസ് ചെയ്യുന്നത് ഈ വണ്ടിയുടെ ഒരു വരവോട് കൂടിയാണ്. കാര്യം എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും ഈ വണ്ടി എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. കാര്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ എൻ്റെ ചില ലൈഫ് സിറ്റുവേഷനിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സമയം, ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആളുകളുടെ വണ്ടികൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയം. പക്ഷെ അതൊന്നും എനിക്കൊരു കുറവല്ല. പക്ഷെ അവരൊക്കെ എനിക്ക് സന്തോഷത്തോടെ വണ്ടി തന്നു. എന്നോടുള്ള വിശ്വാസമാണ്. കാരണം അവർ പൊന്നുപോലെ ഉപയോഗിക്കുന്ന വണ്ടികൾ എന്നെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത് അവർക്ക് എന്നോടുള്ള വിശ്വാസമാണ്. അതിപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ വണ്ടി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഞാൻ എടുക്കുന്നത് ഈ സെന്ന. അപ്പോൾ അത് ശരിക്കും നമ്മൾ എത്രമാത്രം ഇതിനെ സ്നേഹിക്കുന്നോ അത്രയും റെസ്പോൺസ് ആയതിന്. കാരണം മിക്കവാറും സമയങ്ങളിൽ ഈ സെന്നിൽ യാത്ര ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സെന്നിന് തിരിച്ച് സംസാരിക്കാനായിട്ട് നാക്കും വായും ഉണ്ടായിരുന്നെങ്കിൽ ഇത് പല കാര്യങ്ങളും എന്നെ പറഞ്ഞേനെ, അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചു. ചിലപ്പോൾ ഇതിനകത്തിരുന്ന് നമ്മൾ നമ്മുടെ സങ്കടം പറയും, ചിലപ്പോൾ നമുക്ക് സന്തോഷം ഷെയർ ചെയ്യും. കാരണം നമ്മുടെ എല്ലാ ഇമോഷൻസും ഒരു പരിധിയിൽ കൂടുതൽ അറിയുന്നത് ഈ വണ്ടിയാണ് എന്നെ സംബന്ധിച്ച്. ആക്റ്റീവായിട്ടിരിക്കുന്ന കൂടുതൽ സമയം ഇതിനകത്താണ്. തീർച്ചയായിട്ടും മാക്സിമം ടൈം ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ ഇതിനെ എന്നും പറ്റുമെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ കഴുകുക, ഇതിനെ ബാക്കി കെയർ ചെയ്യുക. ചെറിയൊരു സൗണ്ട് വ്യത്യാസം വന്നാൽ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ കുഞ്ഞിന് ഒരു പ്രയാസം ഉണ്ടാകുന്ന പോലെ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം നമ്മൾ ഇതിനെ സ്നേഹിക്കുന്നോ അത്രയും പ്രോപ്പർ റെസ്പോൺസ്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഈ വണ്ടിയിൽ നിന്നല്ല ഏത് വണ്ടിയും തരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വണ്ടികൾ, ഏജ് എന്ന് വെച്ചാൽ കുറച്ച് കാലപ്പഴക്കം വന്ന വണ്ടികളെ നമ്മൾ ഇച്ചിരൂടെ പ്രായമുള്ളവരെ നോക്കുന്ന പോലെയോ കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയോ ആ ഒരു കെയർ കൊടുത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. കാര്യം എല്ലാവരും പറയുന്ന പഴയ വണ്ടി പഴഞ്ചനാണ്, തല്ലിപ്പൊളിയാണെന്നൊക്കെ പറയും. പക്ഷേ ഇത്രയും കൊല്ലം ഇതിന് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ ഈ വണ്ടികൾക്ക് ഓടാൻ പറ്റുമെങ്കിൽ ഇനി ഇത്രയും കൊല്ലം കൂടെ ഓടാൻ ഇത് കേപ്പബിൾ ആണെന്നുള്ളതാണ് ആ ഒരു പോസിറ്റീവ് സൈഡ് ഇതിനുണ്ട്. അപ്പൊ പഴയ വണ്ടി ഒരിക്കലും നഷ്ടമല്ല. ചിലപ്പോൾ കുറച്ച് ഡീസലോ പെട്രോളോ കൂടുതൽ അടിക്കേണ്ടി വരും, ചിലപ്പം വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10,000-1000 രൂപ കൂടുതൽ കൊടുക്കാൻ വേണ്ടി വരും. പക്ഷേ പുതിയ വണ്ടികളിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷത്തിന്റെ 10 ഇരട്ടി പഴയ വണ്ടി യൂസ് ചെയ്യുമ്പോഴും. കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മനസ്സനുസരിച്ച് ഇത് പണിത് നമ്മുടെ ആവശ്യപ്രകാരം പണിത് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഇത് എത്രമാത്രം ഓടും, എങ്ങനെ പോകുന്നുള്ളത്. പുതിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ കമ്പനി അതേപോലെ കൊണ്ടുവരുന്ന സാധനം. അപ്പൊ അത് ആ ഒരു വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ മനസ്സുപോലെ നമ്മൾ പണിയുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സുപോലെ തന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് താനും അല്ലേ? ഉണ്ട്. നോക്കിയപ്പോൾ IRVM ഡിമ്മിങ് ഒക്കെ ഉണ്ട്. അതെല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പം അതൊക്കെയായിരുന്നു നമുക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ളത്. ഇപ്പം റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. റീടെസ്റ്റ് കഴിഞ്ഞ് ഏത് 2026 വരെ പേപ്പർ കറണ്ട്. അടുത്ത വർഷം ഇനി ചെയ്യണം. കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എത്ര നാൾ പറ്റുന്നു അത്രയും അല്ലേ? എത്രയും പോകാൻ പറ്റുമോ അത്രയും പോകും.
ഓക്കെ ഓക്കെ. അപ്പം ഒരു സെന്നിൻ്റെ യൂസറിൻ്റെ ഒരു ഉള്ളിലുള്ളായിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അല്ലേ. നമുക്ക് ഷോട്ടുകളൊക്കെ എന്തായാലും കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ്, ഇതുപോലുള്ള ലെജൻഡറി കാസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മൾ 800 കൊണ്ടുവന്നപ്പോൾ സെന്ന്, അതുപോലെ കുറച്ച് വണ്ടികൾ നമ്മൾ കൊണ്ടുവന്ന് ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.